ASEC മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. LGSുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ സീരീസാണ്. ലാഭവും നഷ്ടമാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ലാഭവും നഷ്ടത്തിനകത്ത് കുറച്ച് ടേംസുകളുണ്ട്, അത് നമ്മൾ പഠിച്ചു വെക്കണം. അതിൽ ഒന്നാമത്തതാണ് ലാ. ഒരു സാധനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു വാങ്ങിയ വില കാണും. വാങ്ങിയ വില മീൻസ് മുടക്കുമുതൽ, വാങ്ങിയ വില എപ്പോഴും ഓർത്ത് വെച്ചേക്കണം, വാങ്ങിയ വില. പിന്നെ അത് വിൽക്കുന്ന വില കാണും, വിറ്റ വില. ഓക്കെ, പിന്നെ അതിനൊരു പരസ്യവില കാണും, MRP, പരസ്യവില. ഓക്കെ, ഇത് മൂന്ന് ഓർത്ത് വെച്ചേക്കണം. ഒരു സാധനത്തിനൊരു വാങ്ങിയ വില കാണും, അതിനൊരു വിൽക്കുന്ന വില, വിറ്റ വില കാണും, അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചേക്കുന്ന MRP, പരസ്യവില കാണും. പിന്നെ നമ്മൾ മറ്റൊരു ടേം ഉപയോഗിക്കുകയാണ് ലാഭം, ലാഭശതമാനം. പിന്നെ നഷ്ടശതമാനം. ഒരു സാധനം വിൽക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടാം അല്ലെ നഷ്ടം കിട്ടാം. ഒരു സാധനം വിൽക്കുമ്പോൾ കച്ചവടക്കാരൻ വേണമെങ്കിൽ കിഴിവ് അനുവദിച്ച് വയ്ക്കാം, ഡിസ്കൗണ്ട്, കിഴിവ്, ഡിസ്കൗണ്ട്. ഓക്കെ, ഇത്രയും കഥകളുണ്ട്. ഈ ലാഭം എപ്പോഴും വാങ്ങിയ വിലയായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ലാഭവും നഷ്ടവും തീരുമാനിക്കുന്നത് വാങ്ങിയ വിലയെ മുന്നിൽ നിർത്തിയായിരിക്കും. വാങ്ങിയ വിലയേക്കായി കൂടുതലാണ് വിൽക്കുന്നതെങ്കിൽ, കൂട്ടിയാ വിൽക്കുന്നതെങ്കിൽ ലാഭമായിരിക്കും. വാങ്ങിയ വിലയേക്കായി കുറച്ച് വില താഴ്ത്തിയാ വിൽക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും. ഇപ്പൊ ലാഭത്തിന് ഒരു ശതമാനമാണല്ലോ. ഇപ്പൊ ലാഭ ശതമാനം എന്ന് പറയുമ്പോൾ ശതമാനം ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. 10%, 20% എന്നുള്ളതൊന്നും ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. അത് എന്തിൻ്റെയെങ്കിലും ആയിരിക്കും. 10% എന്തിൻ്റെ, 20% എന്തിൻ്റെ, 20%. അപ്പൊ ഈ ലാഭശതമാനം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കത്തില്ല, അത് എന്തിൻ്റെയെങ്കിലും ആയിരിക്കും. എന്തിൻ്റെയാ? വാങ്ങിയ വിലയുടെ ആയിരിക്കും. നഷ്ടശതമാനം, നഷ്ടം ഒരു 10 ആണെങ്കിൽ 10% എന്തിൻ്റെയാ? വാങ്ങിയ വിലയുടെ 10%. അതായി നഷ്ട കാൽക്കുലേഷനിൽ നടക്കപ്പെടുന്നത്, ലാഭ കാൽക്കുലേഷനിൽ. ഓക്കെ, കിഴിവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പരസ്യവിലയെ മുന്നിൽ നിർത്തിയായിരിക്കും. കിഴിവ്. ഓക്കെ, അതായത് കിഴിവ് 10% ആണെങ്കിൽ ആ 10% എവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യണ്ടേ? വാങ്ങിയ വിലയിലല്ല, വിറ്റ വിലയിലും അല്ല, പിന്നെ എവിടെ? പരസ്യവില. അതിനകത്തൊരു, നമ്മളിപ്പോൾ ഒരു ഷർട്ട് വാങ്ങിക്കാൻ ഒരു കടയിൽ ചെന്നാൽ അതിനകത്ത് MRP 1200 ഉണ്ട്, 20% കിഴിവൊന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ 20% അപ്ലൈ ചെയ്യുന്നത് അതിനകത്ത് MRPയിലോട്ടാണ്. ഓക്കെ, ആ MRPയുടെ 20%ആണ് നമുക്ക് കിഴിവ് കിട്ടുന്നത്. എന്നുവെച്ചാൽ MRPയുടെ 80% കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത പോയിന്റ്. ഇനി ഇതാണ് അതിന്റെ കഥ. നമുക്കിനി ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ലാഭശതമാനം കണ്ടുപിടിക്കുക ഒരു റിസൾട്ട് ഉണ്ട്. ലാഭശതമാനം ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് എന്തിന്റെ ശതമാനമാണോ കണ്ടെത്തേണ്ടത് അത് എപ്പോഴും മുകളിൽ എഴുതണം. എന്നിട്ട് ലാഭം ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? വാങ്ങിയ വില, അത് താഴെ എഴുതണം. വാങ്ങിയ വില × 100. ഇതാണ് ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള റിസൾട്ട്. ഓക്കെ, നഷ്ടശതമാനം കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് അപ്പൊ എന്തുമായിരിക്കും? നഷ്ടം എത്ര രൂപയാണോ നഷ്ടം അത് മുകളിൽ എഴുതുക. നഷ്ടം ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്ന? വാങ്ങിയ വിലയായിട്ടാണ്. അപ്പൊ വാങ്ങിയ വില താഴെ എഴുതുക. വാങ്ങിയ വില × 100. ഇതാണ് നഷ്ടശതമാനം കണ്ടുപിടിക്കാനുള്ള റിസൾട്ട്. ഓക്കെ, അപ്പൊ കിഴിവ് ശതമാനം കണ്ടുപിടിക്കാൻ മറ്റൊരു റിസൾട്ട് ഉണ്ട്, കിഴിവിന്റെ ശതമാനം കണ്ടുപിടിക്കാൻ. അപ്പൊ കിഴിവ് എമൗണ്ട് എത്രയാണോ അതങ്ങ് മുകളിൽ എഴുതുക. കിഴിവ് ആരുമായിട്ടാണ് കണക്ട്? പരസ്യവില, അത് താഴെ എഴുതുക. എന്നിട്ട് × 100 ഇടുക. ഓക്കെ, അങ്ങനെ 3 ഇക്വേഷൻസ്. ഇത് 3 നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കാം. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില × 100, നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില × 100, കിഴിവ് ശതമാനം എന്ന് പറഞ്ഞാൽ കിഴിവ് ബൈ പരസ്യവില × 100. ഈ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ മുടക്കുമുതലും ആവാം കേട്ടോ. അപ്പൊ ഞാൻ ഒരു 5000 രൂപയ്ക്ക് വാങ്ങുന്നു, ഒരു 1000 രൂപ വണ്ടി വിളിച്ച് കടയിൽ കൊണ്ടെത്തിക്കാൻ ചിലവാകുന്നു. എന്നുവെച്ചാൽ ആ സാധനത്തിന്റെ മുടക്കുമുതൽ അപ്പം 5000 രൂപയ്ക്ക് വാങ്ങുന്നു, 1000 രൂപ വണ്ടിക്കൂലി, അങ്ങനെ ടോട്ടലി 6000 രൂപയാണ്. അപ്പൊ വാങ്ങിയ വില 6000 രൂപ. വാങ്ങിയ വില ഓർ മുടക്കുമുതൽ. ഓക്കെ, അപ്പൊ അവിടുത്തെ മുടക്കുമുതൽ ആ താഴെ വരുന്നത്, മുടക്കുമുതൽ. വാങ്ങിയ വില ഓർ മുടക്കുമുതൽ. മറ്റു ചിലവൊന്നും ഇല്ലെങ്കിൽ വാങ്ങിയ വില തന്നെ അതിന്റെ വാങ്ങിയ വില, അതിന്റെ മുടക്കുമുതലും കൂടെ ഉണ്ട്, അതോടെ ചേർത്ത് വേണം എടുക്കാൻ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം കൂടെ ചുമ്മാ എന്ന് പറയുകയാണ്, വെറുതെ. നമ്മുടെ ചോദ്യത്തില് നഷ്ടം 10% എന്ന് പറയുന്നു. നഷ്ടം 10%. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനടി അത് വിറ്റ വില എഴുതാൻ പറ്റും. വിറ്റ വില, വിറ്റ വില. നഷ്ടം 10% വിൽക്കുന്നത് 10% കുറച്ചായിരിക്കും, മീൻസ് 90%-നായിരിക്കും വിൽക്കപ്പെടുന്നത്. അതായത് വിറ്റ വിലയുടെ ശതമാനം ചോദിച്ചാൽ 90% ആയിരിക്കും. ഓക്കെ,
എന്തിന്റെ 90% എന്ന് പിന്നെ ഒരാൾ അടുത്തത് ചോദിച്ചാൽ എന്തിന്റെ 90%? വാങ്ങി വിലയുടെ 90%. ഞാൻ വാങ്ങി വിലയെ കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കുകയാണ് കേട്ടോ. കോസ്റ്റ് പ്രൈസ്, അതായത് കോസ്റ്റ് പ്രൈസിന്റെ 90%. വിറ്റ വിലയെ സെല്ല് ചെയ്യുന്ന പ്രൈസ് SP എന്ന് വിളിക്കുകയാണ്, സെല്ലിംഗ് പ്രൈസ്. പരസ്യവില MRP. എഴുതാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ നഷ്ടം, വീണ്ടും ഞാൻ ഒന്ന് പറയുവാണ്, നഷ്ടം ഒരു 20% എന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനടി അവിടെ വിറ്റ വില സെല്ല് ചെയ്യുന്ന പ്രൈസ് എത്ര ശതമാനമാണെന്ന് പറയാൻ പറ്റും. 20% നഷ്ടമാണെങ്കിൽ അവിടെ അവർ വിൽക്കുന്നത് 20% താഴ്ത്തിയ നഷ്ടം എപ്പോഴും 100 ശതമാനം എപ്പോഴും 100 നഷ്ടമാണെങ്കിൽ താഴ്ത്തണം, ലാഭമാണെങ്കിൽ കൂട്ടണം. അപ്പൊ 80% ആയിരിക്കും അവിടുത്തെ സെല്ല് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്. എന്തിന്റെ 80% എന്ന് വെച്ചാൽ വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ ഒരു വാചകം നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ ഒരുമാതിരിപ്പെട്ട നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതായത് എന്ത് വാചകം? നമ്മുടെ ചോദ്യത്തിൽ ലാഭം ഒരു 30% എന്ന് കിടക്കുന്നുണ്ട്. ലാഭം 30% എന്ന് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിറ്റ വില എന്താണെന്ന് പറയാൻ പറ്റും. അതിൽ നിന്നൊരു ഇക്വേഷനായിട്ട് നിങ്ങൾക്ക് ഫോം ചെയ്യാം. ആദ്യം ലാഭം 30% ആണെങ്കിൽ വിറ്റ വിലയുടെ ശതമാനം പറയാം. വിറ്റ വിലയുടെ ശതമാനം 130% ആയിരിക്കും. അപ്പൊ ശതമാനം ഒറ്റയ്ക്ക് നിൽക്കത്തില്ലെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, എന്തിന്റെ 130%? എന്തിന്റെ 130% എന്ന് പറഞ്ഞാൽ വാങ്ങി വിലയുടെ 130%. ഈ ലാഭം നഷ്ടം ശതമാനം എപ്പോഴും വന്ന് അതിനകത്ത് അപ്ലൈ ചെയ്യപ്പെടുന്നത്, അതിൽ നിന്ന് ഫലമായിട്ടുണ്ടാകുന്ന ഏത് നമ്പരും അപ്ലൈ ചെയ്യപ്പെടുന്നത് വാങ്ങി വിലയിലായിരിക്കണം. ലാഭവും നഷ്ടവും വാങ്ങി വിലയിലോട്ടേ പോകാവൂ അതിന്റെ ശതമാനം. ഓക്കെ, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. വാങ്ങി വില എല്ലായ്പ്പോഴും 100% നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാ 20% നഷ്ടം എന്ന് പറയപ്പം അവിടെ വിൽക്കുന്ന പ്രൈസ് 80% ആണ്. മനസ്സിലായോ? വാങ്ങിയ വിലയുടെ 80%. ക്ലിയർ ആണല്ലോ? അതായത് വാങ്ങിയ വില എപ്പോഴും 100% ആയിരിക്കും. അതേപോലെ 100% വരുന്ന മറ്റൊരു കഥയാണ് പരസ്യവില. പരസ്യവില എപ്പോഴും നമ്മൾ 100% ആയിട്ടാണ് എടുക്കുന്നത്. പരസ്യവില. അപ്പൊ വാങ്ങിയ വില 100%. ലാഭം 10%, 20% എന്ന് കിടക്കുന്നുണ്ട്. എവിടെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ലാഭം 20%. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു വാചകം പറയാൻ പറ്റണം. എന്തുവാ? അവിടെ വിൽപ്പന നടക്കുന്നത് എത്ര പെർസെൻറ്റേജിനാണെന്ന് എനിക്ക് പറയാൻ പറ്റും. എത്ര ലാഭമാണ്? അപ്പൊ 100നോടൊപ്പം 20 കൂട്ടണം. 120%-നാണ് അവിടെ വിൽപ്പന നടക്കുന്നത്. എന്തിന്റെ 120%-നെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി നമ്മൾ കൊടുക്കണം. വാങ്ങിയ വിലയുടെ 120%. ഓക്കെ, ഇങ്ങനെ ഒരു വാചകം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ സൂപ്പർ ആയിരിക്കും. പിന്നുള്ളത് കിഴിവാണ്. നമ്മുടെ ചോദ്യത്തിൽ കിഴിവ് ഒരു 10% നടക്കുന്നുണ്ട്. കിഴിവെന്ന് പറഞ്ഞാൽ വില താഴ്ത്തുക. ഓക്കെ, പരസ്യവിലയിൽ നിന്നും താഴ്ത്തുന്ന അവസ്ഥയാണ് കിഴിവ്. അപ്പൊ പരസ്യവില എപ്പോഴും 100%. അതിൽ നിന്ന് ഒരു 10% താഴ്ത്തി 90%-നായിരിക്കും വിൽപ്പന നടക്കുന്നത്. വിൽപ്പന. അപ്പൊ വിറ്റ വില എവിടെ നിന്നും കിട്ടി? അപ്പൊ കിഴിവ് 10%-ആണ്. വിറ്റ വില സെല്ല് ചെയ്യുന്ന പ്രൈസ് നമുക്ക് പറയാം 90% ആയിരിക്കും. 90%. അപ്പം അടുത്ത ചോദ്യമുണ്ട്, എന്തിന്റെ 90%? കിഴിവ് എന്തിലോട്ടേ പോത്തോളൂ? പരസ്യവിലയിലോട്ടേ പോത്തോളൂ, MRPയുടെ. ഓക്കെ, നമ്മുടെ ചോദ്യത്തിൽ ഡിസ്കൗണ്ട്, കിഴിവെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് 20% നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ വിൽപ്പന നടക്കുന്നത് 20% താഴ്ത്തിയായി തന്നെ ആയിരിക്കും. 80%-നെ അവിടെ വിൽപ്പന നടത്താൻ പാടുള്ളിനി. 20% കിഴിവ് കിടക്കുന്നു എന്നൊരു കടയിൽ എഴുതി വെച്ചാൽ പിന്നെ അവിടുത്തെ 80%-ന് അവിടെ കച്ചവടം നടക്കേണ്ടത്. അതായത് വിൽപ്പന നടക്കുന്ന ഓരോ പ്രൈസും ഇനി 80% ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്തിന്റെ 80%? കിഴിവാണ്. ഇപ്പൊ കിഴിവ് ആരുമായിട്ടാ കണക്ഷൻ? ഡിസ്കൗണ്ട് പരസ്യവിലയായിട്ടാണ്. ഡിസ്കൗണ്ട് പരസ്യവിലയായിട്ടാണ് കണക്ഷൻ പരസ്യവില എന്ന് പറഞ്ഞാൽ MRP. ഇപ്പൊ MRP. ഈ വാചകങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കണക്ക് മാത്രം അതിന് ചെയ്യാൻ അങ്ങ് എടുത്താൽ മതി. മനസ്സിലായോ? മറ്റു കഥകളൊക്കെ നമുക്ക് വിട്ടുകളയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നീളം കൂടി പോയോ എന്നൊരു സംശയമുണ്ട്. സാരമില്ല, നമുക്ക് ഇനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങ. അപ്പൊ നമ്മൾ ഏതൊരു എമൗണ്ട് കണ്ടാലേ ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻ പിന്നെ വായിക്കാം. അത് എന്തൊരു വിലയാണെന്ന് നോക്കണം. അപ്പൊ ഒരു സാധനത്തിന് 3 വിലയുണ്ടെന്ന് നമ്മൾ പറഞ്ഞ്, വാങ്ങിയ വില, വിറ്റ വില, പരസ്യവില. അത് ഏതാണെന്ന് വ്യക്തത ഇല്ലെങ്കിൽ പിന്നെ ആ ചോദ്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല, തെറ്റിപ്പാനുള്ള സാധ്യത കൂടും. അപ്പൊ ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ. അപ്പൊ അത് വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില അപ്പൊ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം, അത് വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില. അപ്പൊ വാങ്ങിയ വില എന്ന് പറയുന്നത് 650. തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ അതെന്തുവാ?
ഈ സാധനം എന്തൊരു വിലയാ? ഒരു സാധനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വിലയാ? അത് ആ കച്ചവടക്കാരൻ വിറ്റ വിലയാ. അപ്പൊ അത് വിറ്റ വില. അപ്പൊ വിറ്റ വിലയാണ് 598. ഓക്കെ, അപ്പൊ 598. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക്, 650 രൂപയ്ക്ക് വാങ്ങിയ ഒരു പേഴ്സിൽ നിന്ന് 650 രൂപ എടുത്ത് കൊടുത്ത് ഒരു സാധനം വാങ്ങിയിട്ട് തിരിച്ചിറങ്ങി ഇപ്പുറത്തോട്ട് വന്ന 598 രൂപയ്ക്ക് വിറ്റ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ? അയാൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ 650 രൂപ അയാൾക്ക് കിട്ടിയ അയാൾക്ക് ലാഭം നഷ്ടമില്ല. പക്ഷെ അയാള് അതിൽ കൂടുതൽ വിറ്റ അയാൾക്ക് ലാഭമാണ്. 650 രൂപയ്ക്ക് വാങ്ങിയിട്ട് അതിൽ കൂടുതൽ വിറ്റ ലാഭം, അതിൽ കുറച്ച് വിറ്റ നഷ്ടമാണ്. അപ്പൊ നമ്മുടെ ചോദ്യം നഷ്ട ശതമാനം എത്രയാണ്? അപ്പൊ നമ്മൾ ആദ്യം നഷ്ടം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നഷ്ടം എത്രയാണെന്ന് കണ്ടെത്താൻ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ലാഭമായാലും നഷ്ടമായാലും വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് എപ്പോഴും ലാഭം ഓർ നഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം 650 നിന്ന് 598 കുറച്ചാൽ മതി. ഓക്കെ, 10 × 8 2, 14 × 9 എത്ര? 5 അല്ലേ? 52. ഓക്കെ, 52 രൂപ നഷ്ടം. ഇനി നമുക്ക് നഷ്ട ശതമാനം കണ്ടുപിടിക്കണം. നഷ്ട ശതമാനം കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുവാ? നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെ, ഈ കാൽക്കുലേഷൻ നടത്തിയ പോരെ. നഷ്ടം ഇവിടെ എത്ര? 52 രൂപ. ബൈ വാങ്ങിയ വില എത്ര? 650 ഇൻറ്റു 100. ഇവിടുത്തെ ഒരു പൂജ്യം ഇവിടുത്തെ ഒരു പൂജ്യം ഇവിടെ കട്ട്. ഓക്കെ, ഇനി 65നെ 10നെയും കൂടെ നമുക്ക് 5 ആയിട്ട് കട്ട് ചെയ്യാം. 65 6-നകത്ത് ഒരു 5 ഉണ്ട്, ബാക്കി 1 5 കൂടെ ചേർന്ന് 15-നകത്ത് 3 തവണ 13 വരും. 13 5 65 ആണല്ലോ. 10നെ 5 ആയിട്ട് കട്ട് ചെയ്താൽ 2 വരും. ഇനി 2ഉം 13 ഒരിക്കലും പോകത്തില്ല. 52/13 ഉറപ്പായിട്ടും പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് 52 13 എത്രയെങ്കിലും മൾട്ടിപ്ലൈ 52 കിട്ടും. 4 അടിച്ചാലോ? 4 3 12, 1 1 4 4 1 5. ഓക്കെ, അപ്പൊ 13 × 4 ആണ് 52. ഈ 4 ഇൻറ്റു ഇവിടുത്തെ 2, 8% എന്ന ആൻസർ വരും. അതായത് 8% പുള്ളിക്കാരന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 8%. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. 8% നഷ്ടം. അപ്പോൾ ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ. ചോദ്യം 800 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം. അപ്പൊ വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പൊ 800 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില. 960 രൂപയ്ക്ക് വിറ്റാൽ, അപ്പൊ 960 എന്തുവാ? വിറ്റ വില. വിറ്റ വില സെല്ല് ചെയ്യുന്ന പ്രൈസ് SP എന്ന് ഞാൻ വിളിക്കുന്നു. സെല്ലിംഗ് പ്രൈസ് 960 രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം എത്ര? അപ്പൊ ആദ്യം നമുക്ക് ലാഭം കണ്ടുപിടിക്കണം. ഇവിടുത്തെ ലാഭം എത്രയാണ്? പ്രോഫിറ്റ്, ലാഭം. ഓക്കെ, അപ്പൊ ലാഭം കണ്ടെത്തുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞു വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് 800ഉം 960ഉം തമ്മിലുള്ള വ്യത്യാസം. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. 960 മൈനസ് 800. അപ്പൊ നമുക്ക് 0.61 160 എന്ന് കിട്ടും. ലാഭം എന്ന് പറയുന്നത് 160 രൂപയാണ്. അപ്പൊ അതിന്റെ ശതമാനം കണ്ടെത്തണം. ലാഭത്തിന്റെ ശതമാനം. അപ്പൊ ലാഭത്തിന്റെ ശതമാനം കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലോ. എന്തുവാ? ലാഭം ബൈ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇപ്പൊ ഇവിടുത്തെ ലാഭം എത്ര? 160 രൂപയാണ്. ശരിയല്ലേ? 800 രൂപയ്ക്ക് വാങ്ങി 960 രൂപയ്ക്ക് അപ്പുറത്ത് കൊണ്ടുപോയി വിറ്റ് 160 രൂപ നമ്മുടെ കയ്യിലിരിക്കത്തില്ലേ? ലാഭം ബൈ വാങ്ങിയ വില. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 800 ഇൻറ്റു 100. ഓക്കെ, ഈ 2 പൂജ്യം ഈ 2 പൂജ്യം ഇവിടെ കട്ട്. 160/8 16 8 കൂടെ കട്ട് ചെയ്യാം. 16/8 എത്ര? 2. ഈ പൂജ്യം അങ്ങ് പിന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ 20. 160/8 20 അല്ലേ? 20 × 8 അല്ലേ? 160. അപ്പൊ ലാഭം കിട്ടി 20%. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യം 5000 രൂപ വിലയുള്ള സാധനം 3500 രൂപയ്ക്ക് വാങ്ങിയാൽ കിഴിവ് എത്ര ശതമാനം? 5000 രൂപ വിലയുള്ള ഒരു സാധനം 3500 രൂപയ്ക്ക് വാങ്ങിയ കിഴിവ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് അതിന്റെ പരസ്യവില ആയിരിക്കും. പരസ്യവില MRP, പരസ്യവില. ഓക്കെ, 5000 രൂപ വിലയുണ്ട് ആ സാധനത്തിന്. ആ സാധനം 3500 രൂപയ്ക്ക് വാങ്ങുന്നു. ഒരാൾ എന്ന് 3500 രൂപയ്ക്ക് വാങ്ങുന്നു. അപ്പൊ കച്ചവടക്കാരൻ അത് 3500 രൂപയ്ക്ക് വിൽക്കുവാണ്. അയാള് 5000 രൂപ പരസ്യവിലയുള്ള ഒരു സാധനം 3500 രൂപയ്ക്ക് ഒരാൾക്ക് വിൽക്കുന്നു. അപ്പോഴാണല്ലോ അയാൾ ഇത് വാങ്ങുന്നത്. അപ്പൊ ഞാൻ വിറ്റ വില എന്ന് എഴുതുവാണ് ഈ 3500-നെ. കച്ചവടക്കാരന്റെ സൈഡിൽ നിന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ 3500 രൂപയ്ക്ക് അത് ഞാൻ ചെന്നൊരു കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ അയാൾ അത് വിൽക്കുമായിരിക്കും.
അത് വിറ്റ വിലയായില്ലേ. അയാളെ സംബന്ധിച്ചിടത്തോളം സെല്ല് ചെയ്ത പ്രൈസ്, വാങ്ങിയ വില എന്ന് പറയണ്ട, സെല്ല് ചെയ്യുന്ന പ്രൈസ് അതെന്ന് പറയുന്നത് 3500 ഓക്കെ. ഒരു സാധനത്തിന്റെ പരസ്യവിലയും അത് വിൽക്കുന്ന പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ് കിഴിവെന്നറിയപ്പെടുന്നത്. ഓക്കെ, ഒരു സാധനത്തിന്റെ പരസ്യവിലയും ആ സാധനം വിൽക്കുന്ന പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കിഴിവ്. ഇപ്പൊ 5000 രൂപ വിലയുള്ള സാധനം 5000 രൂപയ്ക്ക് തന്നെ വിൽക്കുന്നു, അവിടെ കിഴിവില്ല, ഡിസ്കൗണ്ട് എന്ന് പറയുന്നൊരു പരിപാടിയില്ല. 5000 രൂപ വിലയുള്ള സാധനം 4000 രൂപയ്ക്ക് വിൽക്കുന്നു, അവിടെ ഒരു 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു സാധനത്തിന്റെ പരസ്യവിലയും അത് വിൽപ്പന നടക്കുന്ന പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കിഴിവെന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കിഴിവ് എത്രയാണ്, ഡിസ്കൗണ്ട് കിഴിവ് എത്രയാണ് ഒന്ന് ചിന്തിച്ച് നോക്കുക. 5000 രൂപ വിലയുള്ള സാധനം 3500 രൂപയ്ക്ക് കിട്ടിയിരിക്കുന്നത്, 1500 രൂപ കുറഞ്ഞില്ലേ? 1500 രൂപ നമ്മളുടെ ഡിഫറൻസ് 1500. ഇനി അത് എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ പോരെ, ഡിസ്കൗണ്ട് അതിന്റെ ശതമാനം കണ്ടെത്താൻ ഡിസ്കൗണ്ട് മുകളിൽ എഴുതുക, പരസ്യവില താഴെ എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഡിസ്കൗണ്ട് എത്ര, 1500 ബൈ പരസ്യവില എത്ര, 5000 ഇൻറ്റു 100. ഈ 2 0 ഈ 2 0 ആയിട്ട് കെട്ട്, ഈ ഒരു 0 ഈ ഒരു 0 ആയിട്ട് കെട്ട്. 150/5, 150നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് എത്ര, 30%. അപ്പൊ നമ്മുടെ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്ന് വെച്ചാൽ 30%, ഓപ്ഷൻ സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ചോദ്യം. ഒരാൾ 4000 രൂപയ്ക്ക് ഒരു TV വാങ്ങി. അപ്പൊ 4000 എന്തുവാ, വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് 4000, വാങ്ങിയ വില. 15% ലാഭം കിട്ടാൻ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് ചോദ്യം. അപ്പൊ എപ്പോഴും വാങ്ങിയ വില 15% ലാഭം കിട്ടണമെന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയുടെ ഒരു 15% കൂടെ കണ്ടുപിടിച്ച് കൂട്ടണം. അപ്പൊ വാങ്ങിയ വിലയേക്കായി 15% എക്സ്ട്രാ കിട്ടണം. ക്ലിയർ ആണേ? അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്ക്, 4000 രൂപയാണ് നമ്മൾ വാങ്ങിയത്, 15% ലാഭം കിട്ടണമെങ്കിൽ ലാഭം എപ്പോഴും ഏതിനകത്ത് അപ്ലൈ ചെയ്യപ്പെടേണ്ടത്, വാങ്ങിയ വിലയിലോട്ടാ. അപ്പൊ ആ 4000ന്റെ 15% ഒന്ന് കണ്ടുപിടിക്കും. 4000ന്റെ 15%, 0 2 0 2 0 കട്ട് ചെയ്ത് 15 4 60, 60 × 10 600. അതായത് 600 രൂപയ്ക്ക് ലാഭം കിട്ടണം. അപ്പൊ 15% ലാഭം കിട്ടണമെന്ന് പറഞ്ഞാൽ 4000ന്റെ 15% അയാൾക്ക് കിട്ടണം, 600 രൂപയ്ക്ക് ലാഭം കിട്ടണം. അപ്പൊ അയാൾക്ക് എത്ര രൂപയ്ക്ക് വിൽക്കണം, ആ വാങ്ങിയ വിലയായ 4000 പ്ലസ് അയാൾക്ക് കിട്ടേണ്ട ലാഭം കൂടെ ചേർത്ത് വേണം അയാൾ വിൽക്കാൻ. എന്നുവെച്ചാൽ 4600 രൂപയ്ക്ക് വിൽക്കണം. 4600 രൂപ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത് മറ്റൊരു സംഭവം, 3 കഥ പറയാം. ഇത് നമ്മുടെ നോർമൽ കാൽക്കുലേഷൻ ആണ്, സിമ്പിൾ ആണ്, എല്ലാം സിമ്പിൾ ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാത്തിനെയും കണ്ടാൽ മതി. അതായത് 4000 രൂപ ആണ് വാങ്ങിയത്, കോസ്റ്റ് പ്രൈസ് 4000 രൂപ. നമ്മുടെ ചോദ്യത്തിൽ പറയുവാണ് പ്രോഫിറ്റ്, ലാഭം 15% കിട്ടണമെന്ന്. ലാഭം, പ്രോഫിറ്റ് 15% കിട്ടണമെന്ന്. നമ്മൾ ഇതിന്റെ ഇൻട്രൊഡക്ഷന്റെ ഭാഗത്ത് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലാഭം 15% ആണെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യം എഴുതാൻ പറ്റും. എന്താണ് എഴുതാൻ പറ്റുന്നത്? ആ സാധനത്തിന്റെ വിൽക്കുന്ന വില എഴുതാൻ പറ്റും, സെല്ല് ചെയ്യുന്ന പ്രൈസ്, അതിന്റെ ശതമാനം എഴുതാൻ പറ്റും. ഇപ്പൊ 15% ലാഭം കിട്ടണമെങ്കിൽ അവിടെ വിൽക്കുന്നത് 100 + 15, 115%. ഓക്കെ, എന്തിന്റെ 115%? അടുത്തൊരു ചോദ്യമുണ്ട്, വാങ്ങിയ വിലയുടെ 115%. അപ്പൊ അവിടെ വിൽക്കുന്ന പ്രൈസ്, സെല്ല് ചെയ്യപ്പെടേണ്ട പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയുടെ 115%. ഇവിടെ വാങ്ങിയ വില എത്രയാണെന്ന് നമുക്കറിയാം, 4000. ഓക്കെ, അതിന്റെ 115% എന്ന് വെച്ചാൽ 115/100. അതാ സെല്ല് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ സെല്ലിംഗ് പ്രൈസ് കിട്ടുക. ഓക്കെ അല്ലേ? ഈ 2 0 ഈ 2 0 കട്ട്, പിന്നെ 40 × 115, 115 × 4 അടി, 100 × 4 400, 15 × 4 60. അപ്പൊ 400 + 60 460 ഇൻറ്റു ഈ 0 കൂടെ ചേർന്ന് 4600. അതായത് 115 × 4 അടിക്കുക 460, ഈ 0 ഇട്ട് കൊടുക്കുക 4600. ഇങ്ങനെ ചെയ്യാം. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇത് നിങ്ങൾക്കൊരു ആയുധമാണ് കേട്ടോ. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ എവിടെയെങ്കിലും ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ആയുധമാണിത്. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. ഇനി അടുത്ത വേറൊരു വഴിയും കൂടെ വീണ്ടും ഉണ്ട്. ഓക്കെ, 3 വഴിയാണ്. 4000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം
അപ്പൊ വാങ്ങിയ വിലയാണ് 4000. വാങ്ങിയ വിലയെ നമ്മൾ എപ്പോഴും 100% എന്ന് വിളിക്കും. 100%. ശരിയല്ലേ? വാങ്ങിയ വില എപ്പോഴും 100%. അപ്പൊ ആ 100%ആണ് യഥാർത്ഥത്തിൽ 4000 എന്ന് പറയുന്നത്. 100%ആണ് യഥാർത്ഥത്തിൽ 4000 എന്ന് പറയുന്നത്. നമുക്ക് 15% ലാഭം കിട്ടണം. 15% ലാഭം കിട്ടണമെങ്കിൽ അവിടെ വിൽക്കുന്ന പ്രൈസിന്റെ ശതമാനം നമുക്കറിയാം. വിൽപ്പന അടക്കേണ്ടത് 115%. അപ്പൊ 115% എത്രയാണെന്ന് നോക്കിയാൽ മതി. 100% 4000, കാരണം ഇതും വാങ്ങിയില്ല ഇതും വാങ്ങിയില്ല. നമുക്ക് 15% ലാഭം കിട്ടണമെങ്കിൽ വിൽക്കേണ്ടത് 115%. അപ്പൊ 115% കണ്ടുപിടിച്ചാൽ മതി, വിറ്റ് വിലയും കിട്ടി. ഓക്കെ, ഈ സാധനം കണ്ടെത്താൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതായത് എതിര് നിൽക്കുന്ന സംഖ്യകളങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഈ വരയ്ക്കകത്ത് ഒരെണ്ണയല്ലേ ഉള്ളൂ, ഈ വരയ്ക്കകത്ത് 2 എണ്ണം ഉണ്ട്. അപ്പൊ എതിര് നിൽക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരെണ്ണം ഉള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 2 0 കട്ട് 115 × 4 460. ഈ 0 ചേർന്ന് 4600. അങ്ങനെയും കിട്ടും. കണ്ടോ, ഇവിടുന്ന് ഇതിനകത്ത് സ്റ്റെപ്പ് കൂടുതൽ അല്ലേ? ഇവിടെ സ്റ്റെപ്പ് കുറവാണ്, ഇവിടെ വളരെ സ്റ്റെപ്പ് കുറവാണ്, ഇവിടെ. ഓക്കെ, ഇതാന്ന് തോന്നുന്നു ഏറ്റവും ഈസി. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. 3ഉം ഇതിനകത്ത് ഒരെണ്ണേ നിങ്ങൾക്ക് അറിയത്തോളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിലനിൽപ്പില്ല. ഇത് 3ഉം അറിയാമെങ്കിൽ ഓക്കെയാണ്. 3ഉം പഠിക്കണം, 3ഉം മനസ്സിലാക്കി വെക്കണം. എന്നാലേ നമുക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ഒരു കടയിൽ 18,000 രൂപയുടെ ഫ്രിഡ്ജ് 30% കിഴിവിൽ വിൽക്കുന്നു. അപ്പൊ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 18,000 രൂപയുടെ ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതിന്റെ MRP പരസ്യവിലയാണ്. MRP പരസ്യവിലയാണ് ഈ 18,000 എന്ന് പറയുന്നത്. ഓക്കെ, കിഴിവാണ്, ഡിസ്കൗണ്ട് അനുവദിക്കുന്നുണ്ട്. എത്ര? 30%. അപ്പൊ നമ്മളൊരു കടയിൽ ചെല്ലുന്നു, ഒരു ഫ്രിഡ്ജിനകത്ത് ടാഗ് MRP 18,000, തൊട്ട് താഴെ ഡിസ്കൗണ്ട് 30% എന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സാധനം ഓർമ്മയുണ്ടല്ലോ, ഡിസ്കൗണ്ട് 30% ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവിടെ സെല്ല് ചെയ്യുന്ന പ്രൈസ് 100%. 100%-ന് എപ്പോഴും ഒരു പ്രോഡക്റ്റ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഡിസ്കൗണ്ട് 30% ഉണ്ടെങ്കിൽ 100-ന് 30 പറഞ്ഞ് 70%-നായിരിക്കും അവിടെ വിൽപ്പന നടക്കപ്പെടുന്നത്. അതായത് നിങ്ങൾക്ക് ഈ 18,000-ന്റെ ജസ്റ്റ് ഫുള്ള് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 100% കൊടുക്കുക എന്നുള്ളതാ. 30% കിഴിവാണെങ്കിൽ നിങ്ങൾ ആ 30 കൊടുക്കണ്ട. അതായത് ആ 18,000-ന്റെ 30 മാറ്റിയിട്ട് 70% കൊടുത്താൽ മതി. എന്നുവെച്ചാൽ സെല്ലിംഗ് പ്രൈസ് 70%. എന്തിന്റെ? MRP-യുടെ. MRP-യുടെ 70%. അപ്പൊ അത് തന്നെയാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെല്ല് ചെയ്യുന്ന വിറ്റ വില എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ MRP എന്ന് പറഞ്ഞാൽ എത്ര? 18,000. അതിന്റെ 70% 70/100. ഈ ഒരു 0 ഈ ഒരു 0 കട്ട്, ഈ ഒരു 0 ഈ ഒരു 0 കട്ട്. ഇനി 18 7 മൾട്ടിപ്ലൈ ചെയ്യണം. 18 × 7 അടി 8 7 56, 5 1 7 7 5 12, 126 എന്ന് ഇട്ടു. പിന്നെ 2 0 ഇട്ട് കൊടുക്കണം. 12,600. അപ്പൊ അതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം, 12,600. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. 6ാമത്തെ ചോദ്യം. ഒരാൾ 12,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം. അപ്പൊ ഇത് വാങ്ങിയ വിലയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച്. കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില 12,000. 20% ലാഭത്തിന് വിൽക്കുന്നു. അപ്പൊ ലാഭം പ്രോഫിറ്റ് 20%. അങ്ങനെയാണെങ്കിൽ വിൽക്കുന്ന വില. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലാഭം 20% ആണെങ്കിൽ ഇതിന്റെ ഒരു 20% അയാൾക്ക് കിട്ടണം. നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡലാണ്. അപ്പൊ 12,000-ന്റെ 20% കണ്ടുപിടിച്ചിട്ട് കൂട്ടി അങ്ങ് വിറ്റാൽ പോരെ. ഓക്കെ, ഇപ്പൊ 12,000-ന്റെ 20% എത്രയാണെന്ന് നമുക്ക് ചുമ്മാ നോക്കാം. 12,000-ന്റെ 20% എന്ന് പറഞ്ഞാൽ ഈ 0 കട്ട്, ഈ 0 കട്ട് 1200 × 2 2400. അപ്പൊ ഇത്രയും അയാൾക്ക് ലാഭം കിട്ടിയേ പറ്റൂ. വാങ്ങിയ വിലയുടെ 20% അയാൾക്ക് കിട്ടിയേ പറ്റൂ. ഈ 2400 ചേർത്ത് വിറ്റാൽ പോരെ. അപ്പൊ അവിടുത്തെ വിൽക്കുന്ന വില എന്ന് പറയുന്നത് 12,000 പ്ലസ് അയാൾക്ക് കിട്ടേണ്ട ലാഭം 2400. 0 0 4 4 1 14,400 രൂപ. ഓപ്ഷൻ എ. ഇല്ലെങ്കിലോ രണ്ടാമത്തെ വഴി, 12,000 രൂപയ്ക്ക് അയാൾ ഒരു സാധനം വാങ്ങുന്നു. അപ്പൊ അയാൾക്ക് പ്രോഫിറ്റ് ലാഭം കിട്ടുന്നു 20%. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് 20% ആണെങ്കിൽ ഉടനടി നമുക്ക് വിറ്റ വില, സെല്ല് ചെയ്യപ്പെടുന്ന പ്രൈസ്, വിറ്റ വില എത്ര ശതമാനമാണെന്ന് പറയാൻ പറ്റും. 20% പ്രോഫിറ്റ് ആണെങ്കിൽ വിൽക്കുന്ന വില 120%. 100 + 20 120%. എന്തിന്റെ? വാങ്ങിയ വിലയുടെ.
അപ്പോൾ വാങ്ങിയ വിലയുടെ എത്ര? 12,000 ഇൻറ്റു 120% എന്ന് പറഞ്ഞാൽ എത്ര? 120/100. ഈ 0 കട്ട്, ഈ 0 കട്ട്. 12 × 12 144. പിന്നെ ഒരു 2 0 നിലനിൽപ്പുണ്ട്. അപ്പോൾ 14,400. ഓക്കെ. പിന്നെ നമ്മുടെ പെർസെൻറ്റേജ് പരിപാടി അത് പറഞ്ഞിരിക്കണം കേട്ടോ. ചിലയിടത്തൊക്കെ ചിലത് എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പം 12,000 രൂപയ്ക്ക് വാങ്ങിയ സാധനം, വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും 100%. അപ്പം 100%ആണ് 12,000. 20% ലാഭം കിട്ടണമെങ്കിൽ വിൽക്കേണ്ടത് 120%. അപ്പം 120% എത്ര നോക്കിയാൽ മതി. 100% 12,000 ആണെങ്കിൽ 120% എത്ര അത് നോക്കിയാൽ കാൽക്കുലേഷൻ നടക്കും. ഓക്കെ. ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്ത് നിൽക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം. 120 × 12,000. ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 0 കട്ട് ചെയ്ത് 120 × 120. 12 × 12 157. പിന്നെ 2 0 14,400. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 5,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സൈക്കിൾ 18% നഷ്ടത്തിന് വിറ്റ വില എന്ത്? 5,000 രൂപയ്ക്ക് വാങ്ങിയ സാധനം, അപ്പോൾ അത് വാങ്ങിയ വില. ഓക്കെ. കോസ്റ്റ് പ്രൈസ് 5,000. 18% നഷ്ടം, ലോസ് ആണ്. നഷ്ടം എന്ന് പറഞ്ഞാൽ ലോസ്. 18% നഷ്ടത്തിന് വിൽക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 18% അയാൾക്ക് പോയി ഇവിടുന്ന്. നഷ്ടമാണ്. അതായത് ഈ വാങ്ങിയ വിലയുടെ 18% അയാൾക്ക് പോയി. ബാക്കി വിലയ്ക്ക് അയാൾ വിറ്റത്. അപ്പോൾ 5,000-ന്റെ 18% ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. 5,000-ന്റെ 18%. 5,000-ന്റെ 18% അയാൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ലോസ് ആണ് 18%. മീൻസ് 18% കളയുക. ബാക്കിയാണ് അയാൾക്ക് കിട്ടിയത്. അയാൾ വിറ്റ വില ബാക്കിക്കാണ്. അപ്പോൾ 5,000-ന്റെ 18% എന്ന് പറഞ്ഞാൽ 2 0 കട്ട് ചെയ്ത് പോയി. 5 × 18 90. 18 5 90 അല്ലേ? ഇൻറ്റു ഒരു 0 കൂടെ ഉണ്ട് 900. 0 മീൻസ് 10 ആണ്. ഇൻറ്റു 10. അപ്പോൾ 900 വരുന്നത്. ഇത്ര അയാൾക്ക് നഷ്ടപ്പെട്ടതാ, കിട്ടിയതല്ല, നഷ്ടപ്പെട്ട്. എന്നുവെച്ചാൽ 5,000 രൂപ മുടക്കിയിട്ടിരിക്കുക അയാൾ. അപ്പോൾ അതിൽ നിന്ന് അയാൾക്ക് ഒരു 900 രൂപ നഷ്ടത്തിൽ അയാൾ വിറ്റേക്കുന്നത്. മീൻസ് അത്ര അയാൾക്ക് കിട്ടിയിട്ടില്ല. ബാക്കിക്കായിരിക്കും അയാൾ വിറ്റത്. 50 ൽ 9 പോയി എത്ര? 41. അതായത് 4,100 രൂപയ്ക്കായിരിക്കും അയാൾ വിറ്റത്. മനസ്സിലായോ? ഓപ്ഷൻ എ 4,100. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 വഴികൾ വീണ്ടും കിടപ്പുണ്ട്. അതിൽ ശതമാനക്കണക്ക് ഞാൻ ചെയ്യുന്നില്ല, പിന്നെ നമ്മൾക്ക് അത് ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാലും അടുത്തത് കോസ്റ്റ് പ്രൈസ് 5,000, അതായത് വാങ്ങിയ വില 5,000. ലോസ് 18%. ലോസ് 18% ഉടനടി വിറ്റ വില പറയാം. എത്ര? ശതമാനം പറ. 82% ആയിരിക്കും. മീൻസ് 100 ൽ 18 കുറച്ചതാണ് ഇത് കേട്ടോ. 100 ൽ 18 പോയ 82 അല്ലേ? എന്തിന്റെ 82? കോസ്റ്റ് പ്രൈസിന്റെ. കോസ്റ്റ് പ്രൈസ് ഇവിടെ എത്ര? 5,000. 5,000-ന്റെ 82% കണ്ടുപിടിച്ചാൽ മതി. 2 0 കട്ട് ചെയ്ത് 82 × 5 ആയി. 82 × 5 ആയി. 2 10 1 8 5 41 41 410. ഇൻറ്റു ഒരു 0 ഉണ്ടല്ലോ 4,100. ഓക്കെ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 900 രൂപയ്ക്ക് ഒരു വാച്ച് വിൽക്കുന്നു. ഓക്കെ. ബാക്കി പിന്നെ വായിക്കാം. 900 രൂപയ്ക്ക് ഒരു വാച്ച് വിൽക്കുന്നു. എന്തുവാ അത്? വിറ്റ വിലയാണ്. വിറ്റ വില നമ്മൾ എങ്ങനെ പറയുന്നത്? സെല്ല് ചെയ്യുന്ന പ്രൈസ് 900 രൂപ. വിറ്റ വില, വിൽക്കുന്ന വില. ഓക്കെ. സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില. 25% നഷ്ടത്തിനാണ് വിറ്റത്. അപ്പോൾ അവിടെ ലോസിനാണ് വിറ്റേക്കുന്നത്. 25% നഷ്ടത്തിന്. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലോസ്, നഷ്ടം 25% ആണെങ്കിൽ അവിടെ വിൽപ്പന നടക്കുന്നതിന്റെ ശതമാനം നിങ്ങൾക്ക് പറയാൻ പറ്റും. വിൽപ്പന നടന്നേക്കുന്നത് എത്ര ശതമാനത്തിനാണെന്ന് പറയാൻ പറ്റും. അതായത് 25% നഷ്ടമാണെങ്കിൽ അവിടെ വിൽപ്പന നടന്നേക്കുന്നത് 75%-നായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കണം എന്തിന്റെ 75%? അപ്പോൾ നമ്മൾ പറയും കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വിലയുടെ 75%. അപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ 75%-നായിരിക്കും വിറ്റത്. ഈ ഒരു സാധനം എഴുതാമെങ്കിൽ ഇതിൽ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് എന്തും കണ്ടുപിടിച്ചൂടെ? നമുക്ക് ഇതിനകത്ത് സെല്ല് ചെയ്ത പ്രൈസ് അറിയാം 900 ആണ്. കോസ്റ്റ് പ്രൈസ് അറിഞ്ഞൂടാ, അത് കണ്ടുപിടിക്കാനുള്ളതാ. ആണെങ്കിൽ വിറ്റതെങ്കിൽ വാച്ചിന്റെ മുടക്കുമുതലാണല്ലോ കോസ്റ്റ് പ്രൈസ്. അതെത്രയാണ്? മുടക്കുമുതൽ, വാങ്ങിയ വില അതെത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പം 900 നമ്മുടെ സെല്ല് ചെയ്ത പ്രൈസ്. ഈ SP-യുടെ സ്ഥാനത്ത് 900 ഇട്ട്. കോസ്റ്റ് പ്രൈസിനെ കുറിച്ച് ധാരണയില്ല. ഇൻറ്റു 75%, 75/100. ഇനി നമുക്ക് കോസ്റ്റ് പ്രൈസ് ആണ് കിട്ടേണ്ടത്. നിങ്ങൾ ഈ 75/100 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പോരെ? അതായത് 900-ന്റെ സൈഡിലോട്ട് ഇനി കൊണ്ടുവന്നാൽ പോരെ? അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ നേരത്തെ ഒരു ഭിന്നസംഖ്യയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് തിരിയുന്നേ ഉള്ളൂ.
ഇൻറ്റു ചെയ്തിട്ടേക്കുന്ന ഭിന്നസംഖ്യ നിങ്ങൾ ഈക്വൽ സൈൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അതായത് 100/75. ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. 100നെ 75നെ 25 ഡിവൈഡ് ചെയ്യാം. 100-നകത്ത് എത്ര 25 ഉണ്ട്? 4. 75 എത്ര ഉണ്ട്? 3. അപ്പൊ 3ഉം 900 കൂടെ കട്ട് ചെയ്യത്തില്ലേ? 900/3 എത്ര? 300. 300 × 4 1200. ഓക്കെ, അപ്പൊ നമ്മുടെ കോസ്റ്റ് പ്രൈസ് കിട്ടി 1200. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? വേറൊരു കാര്യം കൂടെ ഒന്ന് പറയട്ടെ. 900 രൂപയ്ക്ക് ഒരു വാച്ച് വിൽക്കുന്നു എന്നുവെച്ചാൽ ഇത് സെല്ല് ചെയ്ത പ്രൈസ് ആണ്. സെല്ല് ചെയ്യുന്ന പ്രൈസ്. അപ്പൊ സെല്ല് ചെയ്യുന്ന പ്രൈസ് ആണ് 900 എന്ന് മനസ്സിലായി. അപ്പം 25% നഷ്ടം സംഭവിച്ചു. അപ്പൊ ലോസ് 25%. അങ്ങനെയാണെ ഉടനടി നിങ്ങൾക്ക് സെല്ല് ചെയ്ത പ്രൈസിന്റെ ശതമാനം എഴുതാൻ പറ്റും. സെല്ല് ചെയ്ത പ്രൈസിന്റെ ശതമാനം 25% നഷ്ടമാണെങ്കിൽ ഇവിടെ വിറ്റത് 75%. സെല്ല് ചെയ്ത പ്രൈസിന്റെ ശതമാനം ഉണ്ട്, സെല്ല് ചെയ്ത വിറ്റ വിലയും ഉണ്ട്. അങ്ങനെയാണ് ഇത് രണ്ട് ഈക്വൽ അല്ലേ? അപ്പൊ 75% എന്ന് പറയുന്നതാണല്ലോ 900. കാരണം രണ്ട് സെല്ല് ചെയ്യുന്ന പ്രൈസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മുടക്കുമുതൽ, വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ്. അതെപ്പോഴും 100% ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ആ 100% കണ്ടുപിടിക്കേണ്ടത്. ഇത് ചെയ്താൽ ക്രോസ് ചെയ്താൽ പോരെ. ഈ 100% മുടക്കുമുതൽ കണ്ടെത്തെ ക്രോസ് ചെയ്താൽ മതി. അപ്പൊ എതിരായിട്ട് നിൽക്കുന്ന സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ സാധനം തന്നെ 100ഉം 900 മണ്ടേൽ 75 സംഭവം. ഇത് തന്നെ സംഭവം, വേറെ രീതി പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കട്ട് ചെയ്താലോ? ഇതും 25 വെച്ച് ഡിവൈഡ് ചെയ്യാം. 4 3 3 9 കൂടെ കട്ട് ചെയ്താൽ 3 3 × 4 12. ബാക്കിയുള്ള പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ 1200. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യം. 1500 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. സാധനത്തിന്റെ മുടക്കുമുതൽ എത്ര? 1500 രൂപയ്ക്ക് ഒരു സാധനം വിൽക്കുന്നു. വിറ്റു. അപ്പൊ വിറ്റ വിലയാണല്ലോ 1500. അപ്പോൾ 20% ലാഭം കിട്ടി. പ്രോഫിറ്റ്, ലാഭം 20% കിട്ടി. അപ്പൊ 20% ലാഭം കിട്ടിയെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വിൽപ്പന നടന്നേക്കുന്നത് എത്ര ശതമാനത്തിനായിരിക്കും? 20% ലാഭം കിട്ടിയെങ്കിൽ വിൽപ്പന നടന്നേക്കുന്നത് 120%. അപ്പോൾ നമ്മൾ ആലോചിക്കും, എന്തിന്റെ 120%? വാങ്ങിയ വിലയുടെ 120%. ഓക്കെ, ഇനി ഈ ഇക്വേഷനകത്തോട്ട് നമുക്ക് സെല്ല് ചെയ്ത പ്രൈസ് 1500 ആണെന്ന് അറിയാം. അപ്പൊ അത് ഇട്ട് കൊടുത്ത് കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് അറിയത്തില്ല. മുടക്കുമുതൽ കോസ്റ്റ് പ്രൈസ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു 120% എന്ന് പറഞ്ഞാൽ 120/100. കോസ്റ്റ് പ്രൈസ് ഈ സാധനം കണ്ടെത്താൻ ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടും. ഈ സംഭവം ഈ 1500 അടുത്ത് കൊണ്ടുവരപ്പോൾ എന്ത് സംഭവിക്കും? അത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 100/120. ഓക്കെ, ഈ പൂജ്യം കട്ട് ചെയ്തു പോയ സ്ഥിതിക്ക് അങ്ങനെ പോട്ടെ. ഈ 12നെ 1500നെ 3 ആയിട്ട് കട്ട് ചെയ്യാം ആദ്യം. അപ്പൊ ഇവിടെ 4 കിട്ടും. 1500നെ 3 ആക്കി 500 അല്ലേ? 500 ശരിയല്ലേ? ഇനി അടുത്തത് 500നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 500നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 500നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 250. വീണ്ടും ഒരു 2 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 250ന്റെ പകുതി 125. ശരിയല്ലേ? അതായത് 500/4 എന്ന് പറഞ്ഞാൽ 125. 125 × 10 1250 എന്ന് വെച്ചാൽ നമ്മുടെ മുടക്കുമുതൽ 1250 ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 960 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ, ഇത് നമ്മുടെ ശതമാനം മാത്രമായിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. എന്നാലും ഞാൻ രണ്ട് രീതി പറഞ്ഞുതരാം. ആദ്യ ശതമാനം ഇട്ടിട്ടുള്ളത് 960 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ, ഓക്കെ, വിറ്റ വില, സെല്ല് ചെയ്ത പ്രൈസ് ആണ് 960. വിറ്റപ്പോൾ 20% നഷ്ടം വന്നു. നഷ്ടം, ലോസ് 20%. അപ്പൊ നമുക്കറിയാം, ബാക്കി നമുക്ക് വായിക്കാമേ, ബാക്കി അങ്ങോട്ട് വായിക്കാം, പിന്നെ വായിക്കാം. 960 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ, അപ്പൊ 960 വിറ്റ് വിലയെന്ന് മനസ്സിലായി. 20% നഷ്ടം വന്നു, അപ്പൊ ലോസ് 20%. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് സെല്ല് ചെയ്ത പ്രൈസ് പറയാൻ പറ്റും. എത്ര ആയിരിക്കും സെല്ല് ചെയ്ത പ്രൈസിന്റെ ശതമാനം? സെല്ല് ചെയ്ത പ്രൈസ് 960 തന്നെ, എന്റെ ശതമാനം എത്ര ആയിരിക്കും? 20% നഷ്ടമാണ്. അപ്പൊ എത്ര ശതമാനത്തിനാണ് വിറ്റത്? 80%. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, 80% വിറ്റ വിലയുടെ പെർസെൻറ്റേജ്. അത് 960 നമുക്കറിയാം. അപ്പൊ 80% 960. 80% 960, കാരണം രണ്ട് സെല്ല് ചെയ്ത പ്രൈസ് ആണ്. ഓക്കെ,
അപ്പൊ അത്രേ നമ്മൾ ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് എഴുതി വെച്ച്. ഇനി സെക്കൻഡ് സെന്റൻസ് വായിക്കാൻ പോവാണ്. 20% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? 20% ലാഭം കിട്ടാൻ. അപ്പൊ 20% ലാഭം കിട്ടണം, പ്രോഫിറ്റ് 20% ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അവിടെ വിൽക്കേണ്ട പ്രൈസിന്റെ, വിൽപ്പന നടത്തേണ്ട വിലയുടെ ശതമാനം എത്ര എന്ന് പറയാൻ പറ്റും. പ്രോഫിറ്റ് 20% ആണെങ്കിൽ വിൽപ്പന നടത്തേണ്ടത് എത്ര ശതമാനത്തിന്? 120%. അപ്പൊ ആ വിൽപ്പന നടക്കുന്നതിന്റെ പ്രൈസാണ് നമുക്ക് ആവശ്യം. ഓക്കെ, എത്ര രൂപയ്ക്ക് വിൽക്കണം 20% പ്രോഫിറ്റ് കിട്ടാൻ? അപ്പൊ 120%നെ വിൽക്കണ്ടേന്ന് മനസ്സിലായി. ആ 120% കണ്ടുപിടിച്ചാൽ പോരെ. അത് കണ്ടെത്താൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, എതിരായിട്ട് നിൽക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം. 120 × 960 ബൈ ഒരെണ്ണം ഉള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം 80. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു 0 ഈ ഒരു 0 ഇവിടെ കട്ട്. 8 ഉം 96 ഇവിടെ കട്ട് ചെയ്യാം. 12 8 96. അപ്പൊ 12 8 × 12 96. 12 × 12 144. ഓക്കെ, ഇവിടെ ഒരു 0 കൂടെ കിടപ്പുണ്ട്. അപ്പൊ 1440 എന്ന് ഉത്തരം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ ബി. ഇനി നമ്മൾ മറ്റൊരു വഴിയും കൂടെ പറയാം. ഇതാ ഇതിനകത്ത് ഏറ്റവും എളുപ്പം കേട്ടോ, മറ്റു പലതിനകത്ത് ഇത് തന്നെ എളുപ്പം. ഓക്കെ, മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഒരു കാര്യം കൂടെ ചുമ്മാ പറയുകയാണ്, ചുമ്മാ ഇരിക്കട്ടെ. സെല് ചെയ്ത പ്രൈസ് 960, അതായത് വിറ്റ വില. അപ്പൊ ലോസ് സംഭവിച്ചിട്ടുണ്ട് 20%. അങ്ങനെയാണെങ്കിൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്, അവിടെ സെല് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 80% ആയിരിക്കും. ലോസ് 20% ആണെങ്കിൽ സെല് ചെയ്ത പ്രൈസ് 80%. എന്തിന്റെ? കോസ്റ്റ് പ്രൈസിന്റെ. ഓക്കെ, അപ്പൊ സെല് ചെയ്ത പ്രൈസ് നമുക്കറിയാം 960. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസിന്റെ 80%, 80/100. അപ്പൊ ഇതിനകത്ത് നമുക്ക് കോസ്റ്റ് പ്രൈസ് പറയാം. ഈ 80/100 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. 960 × 100/80. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട, കാരണം ഇതല്ല നമ്മുടെ ലക്ഷ്യം. കോസ്റ്റ് പ്രൈസ് അല്ല നമ്മുടെ ലക്ഷ്യം. കോസ്റ്റ് പ്രൈസ് പക്ഷേ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടാവുന്നതേ ഉള്ളൂ. ഇത് ചെയ്യണമെന്നില്ല, ചെയ്താലും കിട്ടും. ഈ 8 96 12 00 12 100 മൾട്ടിപ്ലൈ, അപ്പൊ 1200. കോസ്റ്റ് പ്രൈസ് 1200 എന്ന് കിട്ടും. പിന്നെ 20% ലാഭം കിട്ടാൻ അതിന്റെ 20% കൂട്ടി വിറ്റ പരിപാടി അങ്ങ് തീർന്നു. ഓക്കെ, എന്നാലും ഞാനിത് ഇങ്ങനെ തന്നെ എഴുതുന്നേ. കോസ്റ്റ് പ്രൈസ് ഇതാന്ന് മനസ്സിലായി. ഇനി അടുത്തത് 20% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പൊ പ്രോഫിറ്റ് 20% കിട്ടണമെങ്കിൽ വിൽപ്പന നടത്തേണ്ട പ്രൈസ് എത്ര ആയിരിക്കണം? 120%. ശരിയല്ലേ? എന്തിന്റെ? കോസ്റ്റ് പ്രൈസിന്റെ. അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്ര നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 960 × 100/80 ഇൻറ്റു 120%, 120/100. ഈ 100 കട്ട്, ഈ 0 കട്ട്. 8 ഉം 96 കട്ട് 12. 8 × 12 അല്ലേ 96. 12 × 12 144. ഇൻറ്റു ഒരു 0 കൂടെ ഉണ്ട് 1440. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് ശക്തിയുള്ള ഒരു ആയുധമാണ് കേട്ടോ. ഇത് അറിയാമെങ്കിൽ പിന്നെ ചിലയിടത്ത് നീളം കൂടി പോവും, ചിലയിടത്ത് പക്ഷേ എല്ലാം ശരിയിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കും. അതാണ് പെർഫെക്റ്റ് വാക്ക്. അടുത്ത 11ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ. 1200 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 25% നഷ്ടം വന്നു. 1200 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ, അപ്പൊ അത് വിറ്റ വിലയാണ് 1200. അപ്പോൾ 25% നഷ്ടം വന്നു. അപ്പൊ ലോസ് സംഭവിച്ചിട്ടുണ്ട് 25%. അപ്പൊ നഷ്ടം 25% ആണെങ്കിൽ അവിടെ വിൽപ്പന നടക്കുന്ന പ്രൈസ് അല്ല, അതിന്റെ വിൽപ്പന നടന്ന പ്രൈസിന്റെ ശതമാനം 75 ആയിരിക്കും. 75%-നായിരിക്കും വിൽപ്പന നടന്നിട്ടുണ്ടാവുക. കാരണം 25% ലോസ് ആണ്. 100 25 75%-നായിരിക്കും വിൽപ്പന നടന്നിട്ടുണ്ടാവുക. ആ 75% 1200 ആണെന്ന് ചോദ്യത്തിലുണ്ട്. അപ്പൊ 75% 1200. നമുക്ക് 25%, ആ സെന്റൻസ് കഴിഞ്ഞു. 25% ലാഭം കിട്ടണം. അപ്പൊ പ്രോഫിറ്റ് 25% കിട്ടണമെങ്കിൽ അവിടെ വിൽപ്പന നടക്കേണ്ടത് 125%-നായിരിക്കും. അപ്പൊ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പൊ സെല് ചെയ്ത പ്രൈസ് 125%. 25% പ്രോഫിറ്റ് ഇടണമെങ്കിൽ 125%-ന് വിൽക്കണം. അത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എതിരായിട്ട് നിൽക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം. 125 × 1200 ബൈ 75. 125-നെ 75-നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 125-നെ 25 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 5. 75-നെ 25 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 3. 3ഉം 12 കൂടെ കട്ട് ചെയ്യാം 4. ഓക്കെ, 5 × 4 20. ശേഷിക്കുന്ന 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുന്നു 2000.
നമ്മുടെ ഉത്തരം 2000. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 20% കിഴിവിൽ രാമു 560 രൂപയ്ക്ക് ഒരു ഷർട്ട് വാങ്ങുന്നു. 20% കിഴിവിൽ, ഇപ്പൊ ഡിസ്കൗണ്ട് 20%. ഓക്കെ, അപ്പൊ 20% ഡിസ്കൗണ്ട് ആണെങ്കിൽ നമുക്ക് അവിടെ സെല് ചെയ്ത പ്രൈസിന്റെ ശതമാനം എഴുതാൻ പറ്റും. സെല് ചെയ്ത പ്രൈസിന്റെ ശതമാനം എന്ന് പറയുന്നത് 80. അതായത് അവിടെ വിൽപ്പന നടത്തിയ ഡിസ്കൗണ്ട് 20%. ബാക്കി ഞാൻ വായിച്ചിട്ടേ ഇല്ല, പിന്നെ വായിക്കാം. ഡിസ്കൗണ്ട് 20% കിഴിവെന്ന് ഇങ്ങോട്ട് കിടപ്പുണ്ട്. അത് കണ്ടപ്പോഴേ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ഫാക്റ്റാണ്. പിന്നെ നമുക്ക് ബാക്കി വായിക്കാം. ഓക്കെ, അപ്പൊ ഈ ഡിസ്കൗണ്ട് 20% അവിടെ വിൽപ്പന നടക്കുന്നത്, അവിടെ കച്ചവടം നടക്കുന്നത് 80%. എന്തിന്റെ 80%? പരസ്യവില, MRPയുടെ. ഓക്കെ, അപ്പം 560, 20% കിഴിവിൽ രാമു 560 രൂപയ്ക്ക് ഒരു ഷർട്ട് വാങ്ങുന്നു. അപ്പൊ 560 എന്ന് പറഞ്ഞാൽ എന്തുവാ? അവിടെ വിൽപ്പന നടന്ന പ്രൈസാണ്. അപ്പൊ പുള്ളി അത് വാങ്ങി. അപ്പൊ ആ കച്ചവടക്കാരെ അത് വിറ്റു. അപ്പോഴാണല്ലോ രാമു വാങ്ങിയത്. അപ്പൊ 560 യഥാർത്ഥത്തിൽ വിറ്റ വിലയാണ് കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം. അപ്പം 560 രൂപയ്ക്കാണ് അവിടെ വിൽപ്പന നടന്നിരിക്കുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ സെല്ല് ചെയ്ത പ്രൈസ് 560 ആണ്. ഓക്കെ, ഇനി നമുക്ക് MRP കണ്ടുപിടിക്കാമല്ലോ. ഈ 560 ഇവിടെ ഇട്ടുകൊണ്ട് നമുക്ക് MRP കണ്ടുപിടിക്കാൻ പറ്റും, പരസ്യവില. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയുടെ ഷർട്ടാണ് വാങ്ങിയത്, മീൻസ് അതിന്റെ പരസ്യവില, അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ സെല്ല് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 560 ആണ്. ദാരിസിക്കലിൽ പരസ്യവില MRP, അതിനെക്കുറിച്ച് ധാരണയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. 80% എന്ന് പറഞ്ഞാൽ 80/100. അപ്പൊ ഈ 80/100 ഇപ്പുറത്ത് കൊണ്ടുവന്ന MRP കിട്ടത്തില്ലേ? അപ്പൊ MRP = 560 × 100/80. ഈ ഒരു 0 ഈ ഒരു 0 ഇവിടെ കട്ട്, 856 ഇവിടെ കട്ട് ചെയ്യാം. 8നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 56 ഇട്ട് 8 7 അല്ലേ 56. 8 7 56. 7 × 100 700. ഇപ്പൊ 700 രൂപയുടെ ഷർട്ടാ പുള്ളിക്കാരൻ വാങ്ങിയിരിക്കുന്നത്, ഓപ്ഷൻ എ. ഓക്കെ, ഇനി അടുത്ത 13ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 20% കിഴിവിൽ വിൽക്കുമ്പോൾ 25% ലാഭം കിട്ടുന്നു. സാധനത്തിന്റെ പരസ്യവില എന്ത്? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ക്ലാസ്സിലേക്ക് വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ക്വസ്റ്റ്യൻ ആണ്. 7200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം, അപ്പൊ അത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് 7200 രൂപയ്ക്ക് വാങ്ങി, അപ്പൊ വാങ്ങിയ വിലയാണ് 7200. 20% കിഴിവി വിൽക്കുന്നു, അപ്പൊ ഡിസ്കൗണ്ട് ആണ് 20% എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്കൗണ്ടിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നത്? അത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. വിൽപ്പന നടക്കുന്നതിന്റെ ശതമാനം എഴുതി വെക്കാൻ പറ്റും. വിൽപ്പന നടക്കുന്നത് എത്ര ശതമാനത്തിനാ? 80%. എന്തിന്റെ 80%? ഡിസ്കൗണ്ട് ആരുമായിട്ടാ കണക്ഷൻ? MRP, പരസ്യവിലയായിട്ട്. പരസ്യവില, അപ്പൊ MRPയുടെ 80% നമ്മുടെ സാധനത്തിന്റെ വിറ്റ വില. അത് അവിടെ ഇരുന്നോട്ടെ, ചുമ്മാ അവിടെ ഇരുന്നോട്ടെ. ഇനി 20% കിഴിവിൽ വിൽക്കുമ്പോൾ, ബാക്കിയൊന്നും ഞാൻ വായിക്കാൻ നിന്നില്ല കേട്ടോ. 20% കിഴിവെന്ന് പറയപ്പോഴേ അതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റുമോ അതങ്ങ് എഴുതി വെക്കുക ചെയ്ത്. ഓക്കെ, 20% കിഴിവിൽ വെക്കുമ്പോൾ 25% ലാഭം കിട്ടുന്നു. അപ്പൊ 25% ലാഭം, പ്രോഫിറ്റ് 25%. ഇതിൽ നിന്നും നമുക്ക് എന്ത് എഴുതി വെക്കാൻ പറ്റും? ഇവിടെ നിന്നും നമുക്ക് വിൽപ്പന നടക്കുന്ന പ്രൈസ് എഴുതി വെക്കാൻ പറ്റും. അപ്പൊ പ്രോഫിറ്റ് 25% ആണെങ്കിൽ അവിടെ വിൽപ്പന നടക്കേണ്ട പ്രൈസ് എത്ര ശതമാനത്തിനായിരിക്കണം? 125%. എന്തിന്റെ 125%? കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വിലയുടെ. ഓക്കെ, പ്രോഫിറ്റ് എപ്പോഴും കോസ്റ്റ് പ്രൈസുമായിട്ടല്ലേ കണക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് നോക്ക്, രണ്ട് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. രണ്ടും വിൽക്കുന്ന വിലയാണ്. അതായത് ഈ കച്ചവടത്തിൽ ഒരു സാധനം വിൽക്കുന്നു, ആ സാധനത്തിന്റെ വിറ്റ വില ഇത് രണ്ടും. അത് രണ്ട് ടേംസിൽ എക്സ്പ്രസ് ചെയ്തേ ഉള്ളൂ. ഇത് രണ്ട് യഥാർത്ഥത്തിൽ തുല്യമായിരിക്കത്തില്ലേ? ഇതിനെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യമുള്ളതിനകത്തോട്ട് എത്താൻ പറ്റും. നമുക്ക് എന്തോ ആവശ്യം? സാധനത്തിന്റെ പരസ്യവില എന്ത്? പരസ്യവില. ഓക്കെ, അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒന്നുകൂടെ പറയുന്നു, 7200 രൂപയ്ക്ക് വാങ്ങിയ സാധനം 20% കിഴിവ് വിൽക്കുന്നു. 20% കിഴിവ് വിറ്റ് അവിടെ വിൽപ്പന നടക്കുന്ന 80%, പരസ്യവിലയുടെ 80%-നാണ് വിൽപ്പന നടക്കുന്നത്. 20% കിഴിവ് വിൽക്കുമ്പോൾ 25% ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ 25% ലാഭം കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വിൽപ്പന നടക്കുന്നത് 125%-നായിരിക്കും. എന്തിന്റെ? വാങ്ങിയ വിലയുടെ. ഓക്കെ, വാങ്ങിയ വിലയുടെ. അപ്പം സെല് ചെയ്ത പ്രൈസ് കോസ്റ്റ് പ്രൈസിന്റെ 125% ആയിരിക്കും. ഇത് രണ്ട് സെല് ചെയ്ത പ്രൈസ് ആയതുകൊണ്ട് അതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ MRP × 80% അതിന് ഈക്വലാണ് കോസ്റ്റ് പ്രൈസ് × 125%. കാരണം ഇത് രണ്ടും സെല് ചെയ്ത പ്രൈസ് ആണ്. അപ്പൊ MRP നമുക്ക് കണ്ടുപിടിക്കണം.
ഇൻറ്റു 80% എന്ന് പറഞ്ഞാൽ 80/100. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് 7200 നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇൻറ്റു 125%, 125/100. ഈ 100 കൂടെ കട്ട് 80 അപ്പുറത്തോണ്ട് ഡിവൈഡ് ഇപ്പോൾ ഉത്തരം. ഓക്കെ, അപ്പോൾ MRP പരസ്യവില ഈസ് ഈക്വൽ ടു 7200 ഇൻറ്റു 125 അപ്പുറത്ത് കിടപ്പുണ്ട് 125 ബൈ ഈ 80 ഇൻറ്റു ചെയ്തിട്ടേക്കുന്ന അപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 0 ഈ 0യുടെ കട്ട് ശരിയല്ലേ. 8നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 72 കിട്ടും. 8 × 9 72. ഈ 0 ചേർത്ത് 90. 90 × 125 ഇപ്പോൾ ഉത്തരം. അപ്പോൾ നമുക്ക് 125 × 9 ഒന്ന് ചെയ്ത് നോക്കാം. 9 × 5 45, 4. 9 × 2 18, 4 22, 2. 9 9 10 11 എന്നുവെച്ചാൽ 11 25. ഒരു 0 കൂടെ ഉണ്ട്. അപ്പോൾ 11,250. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി. ഓക്കെ, അങ്ങനെയാണ് 14ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ 960 രൂപ പരസ്യവിലയുള്ള ഒരു സാധനം. പരസ്യവില മീൻസ് MRP അതെന്നേക്കുന്നത് 960. 10% കിഴിവ് വിൽക്കുന്നു. കിഴിവ് 10%, അതായത് ഡിസ്കൗണ്ട് 10%. അപ്പൊ ഡിസ്കൗണ്ട് 10% ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? അത് വിൽപ്പന അടക്കുന്നത് എത്ര ശതമാനത്തിനാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതി വെക്കാൻ പറ്റും. വിൽപ്പന അടക്കുന്നത് എത്ര ശതമാനത്തിനാ? 90%. എന്തിന്റെ 90%? ഡിസ്കൗണ്ട് ആണല്ലോ. അപ്പൊ MRPയുടെ ഇപ്പൊ സെല്ല് ചെയ്ത പ്രൈസിന്റെ ശതമാനം അല്ല ഒരു ഇക്വേഷൻ കിട്ടി. അപ്പം ഡിസ്കൗണ്ട് 10% ആണെങ്കിൽ 90%-നായിരിക്കും വിൽപ്പന നടക്കുന്നത്. വിൽക്കുന്ന പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് MRPയുടെ 90%. ഇനി അടുത്ത ബാക്കി സെന്റൻസ് വായിക്കാം. അങ്ങനെ വിൽക്കുമ്പോൾ 20% ലാഭം കിട്ടുന്നു. പ്രോഫിറ്റ് 20% കിട്ടുന്നു. പ്രോഫിറ്റ് 20% കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വിൽപ്പന നടക്കുന്ന പ്രൈസ് എന്ന് പറയുന്നതിന്റെ ശതമാനം എത്ര? 120%. എന്തിന്റെ 120? പ്രോഫിറ്റ് ആണല്ലോ. അപ്പൊ വാങ്ങിയ വിലയുടെ കോസ്റ്റ് പ്രൈസിന്റെ. അപ്പൊ ഇത് രണ്ടും സെല്ലിംഗ് പ്രൈസ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് കണ്ടെത്തേണ്ടത് വാങ്ങിയ വിലയാണ്, കോസ്റ്റ് പ്രൈസ്. അപ്പൊ ഈ സാധനം അങ്ങ് ആദ്യം എഴുതുവാണേ. അപ്പൊ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 120%. അതിന് ഈക്വൽ ആണ് MRP ഇൻറ്റു 90%. ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 120% എന്ന് പറഞ്ഞാൽ 120/100. MRP നമുക്കറിയാം, MRP 960 ആണ്. 960 ഇൻറ്റു 90%, 90/100. ഈ ബൈ 100 രണ്ടിടത്തുണ്ടായിട്ട് കട്ട് ചെയ്ത് 120 അപ്പുറത്തുണ്ട്. അപ്പം കോസ്റ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ദാറ്റ് ഇസ് ഈക്വൽ ടു, അപ്പുറത്ത് 960 ഇൻറ്റു 90. ഈ ഇൻറ്റു ചെയ്തിട്ടേക്കാൻ 120 അങ്ങ് അപ്പുറത്തുണ്ട് പോണ്. അപ്പം ബൈ 120. ഈ കാൽക്കുലേഷനിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില. ഓക്കെ, P0 ഈ 0യുടെ കട്ട് 12 8 96. ശരിയല്ലേ? 12 × 8 അല്ലേ 96. ഓക്കെ, 8 9 മൾട്ടിപ്ലൈ ചെയ്യുന്ന 72. പിന്നെ ഇവിടെ ഒരു 0 വെട്ടാവുന്ന നിൽപ്പുണ്ട് 720. അപ്പൊ സാധനത്തിന്റെ വാങ്ങിയ വില 720 എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ. ഓക്കെ, 720. ഒരു ക്വസ്റ്റ്യനോട് ചെയ്ത് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഒരു സാധനം 20% നഷ്ടത്തിന് വിറ്റു. അപ്പം വിറ്റ 20% നഷ്ടത്തിനാണ് വിറ്റത്. നഷ്ടം 20% നഷ്ടത്തിനാണ് വിറ്റെങ്കിൽ അവിടെ വിൽപ്പന നടന്നതിന്റെ ശതമാനം നിങ്ങൾക്കറിയാം. 80%-നാണ് വിറ്റത്. 80%. ശരിയല്ലേ? 20% ലാഭത്തിന് വിറ്റിരുന്നെങ്കിൽ, 20% ലാഭത്തിന് വിൽക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 20% ലാഭത്തിൽ വിൽക്കണമെങ്കിൽ അവിടുത്തെ വിൽപ്പന നടക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 120% ആയിരിക്കണം. അങ്ങനെ വിറ്റിരുന്നെങ്കിൽ 360 രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു. വെച്ചാൽ 360 രൂപ കൂടുതൽ. അപ്പൊ ഇത് 80%-ന് വിറ്റു. 120%-നാണ് വിറ്റെങ്കിൽ 80% അല്ല 360 രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു. എന്നുവെച്ചാൽ 360 രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ രണ്ട് വിറ്റ വിലകൾ തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പൊ ഈ 360 എന്ന് പറയുന്നത്. 80%-ൽ വിറ്റു, 120% ആയിരുന്നെങ്കിൽ ഒരു 360 രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ 2 വട്ടം വിറ്റ വിലകൾ തമ്മിലുള്ള ഡിഫറൻസ് അതായിരിക്കത്തില്ല 360. എന്ന് വെച്ചാൽ 80-ഉം 120-ഉം തമ്മിലുള്ള വ്യത്യാസം 40%. ആ 40% ആയിരിക്കും 360. ഓക്കെ, 40% 360 ആണെങ്കിൽ നമ്മുടെ മുടക്ക് മുതൽ എത്രയാണെന്ന ചോദ്യം. മുടക്ക് മുതൽ എന്ന് പറഞ്ഞാൽ 100% എത്രയാണെന്ന ചോദ്യം. കണ്ടെത്താൻ ക്രോസ് ചെയ്യണം. എതിരായിട്ട് നിൽക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യണം. 100 × 360 ബൈ 40
40 × 9 അല്ലേ, 0 0 ഇവിടെ കട്ട് ചെയ്താൽ 4 × 9 36, 9 × 100 900 എന്ന് ഉത്തരം കിട്ടും. അപ്പം നമ്മുടെ ആൻസർ 900. ഇത് നമ്മുടെ രീതിക്ക് അനുസരിച്ചും കൂടെ ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നേ ഉള്ളേ, ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഒന്ന് പറയാൻ മറ്റൊരു വഴി. ഒരു സാധനം 20% നഷ്ടത്തിന് വിറ്റു. അപ്പൊ നമ്മുടെ വിറ്റ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം 80%. എന്തിന്റെ 80%? കോസ്റ്റ് പ്രൈസിന്റെ. ഓക്കെ, ഇനി അടുത്തത് 20% ലാഭത്തിന് വിറ്റായിരുന്നെങ്കിൽ, 20% ലാഭത്തിന് വിൽക്കണമെങ്കിൽ അപ്പൊ വിറ്റ വില എത്ര? 120% ആയിരിക്കണം. എന്തിന്റെ? കോസ്റ്റ് പ്രൈസ്. അങ്ങനെ ആവുമ്പം 360 രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു. അപ്പൊ ഇതിനെ അപേക്ഷിച്ച് ഈ വില 360 കൂടുതലാണ്. മീൻസ് ഇവ തമ്മിലുള്ള വ്യത്യാസം 360 ആണ്. ശരിയല്ലേ? ഇവ തമ്മിലുള്ള വ്യത്യാസം 360 ആണ്. എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ് × 120% മീൻസ് 120/100 മൈനസ് ഇത് കോസ്റ്റ് പ്രൈസ് × 80% മീൻസ് 80/100. അതെന്ന് പറയുന്നത് അവ തമ്മിലുള്ള വ്യത്യാസം 360 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ രണ്ടിടത്തുനിന്നും ഒരു കോസ്റ്റ് പ്രൈസ് ബൈ 100 ഞാൻ പുറത്തെടുക്കുക. ചുമ്മാരിക്കട്ടെ, കോസ്റ്റ് പ്രൈസ് ബൈ 100. അപ്പൊ ഇവിടെയും കോസ്റ്റ് പ്രൈസ് ഉണ്ട് ബൈ 100 ഉണ്ട്, ഇവിടെയും കോസ്റ്റ് പ്രൈസ് ഉണ്ട് ബൈ 100 ഉണ്ട്. ബാക്കിയോ 120 മൈനസ് 80. അപ്പൊ ഇവിടുന്ന് ഞാൻ കോസ്റ്റ് പ്രൈസും മേളിൽ നിന്നൊരു കോസ്റ്റ് പ്രൈസും താഴ്ന്ന ഒരു 100 കൂടെ പുറത്തെടുത്ത്, ഇവിടുന്ന് കോസ്റ്റ് പ്രൈസും 100 കൂടെ പുറത്തെടുത്ത്. കോസ്റ്റ് പ്രൈസ് ബൈ 100 എന്ന് പറയുന്നത് ഇനി പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ 120 മൈനസ് 80 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 360. എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ് ബൈ 100 ഇൻറ്റു 120 80 എത്ര? 40. ദാറ്റ് ഈസ് ഈക്വൽ ടു 360. അതിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചൂടെ? ഈ 40 അങ്ങ് താഴെ പോകും, 360ന്റെ താഴെ. ഈ താഴെ കിടക്കുന്ന 100 അങ്ങ് മെണ്ടയിലും പോകും, ഇൻറ്റു 100. ഇത് ഇതിവിടെ കട്ട് ചെയ്തേ 9. 9 × 100 900. ചുമ്മാ ഒന്ന് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ വെറുതെ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.